ജീവിതം ഒരു യാത്രക്കടലായി മുന്നോട്ട് പാതകൾ നമ്മളെ ഇക്കാലത്ത് കൊണ്ടുപോകും. അറിയാതെയാണ് ദുഃഖവും സന്തോഷവും ഒന്നിച്ച് നമുക്ക് വഴിതെളിക്കും. പുതിയ പടവുകൾ, പുതിയ വഴികൾ, എന്തായാലും സഞ്ചരിച്ചു പോവേണ്ടി വരും. നിന്റെ കണ്ണീരിലും ചിരികളിലും ജീവിതം നമ്മെ കുറിച്ചു തെളിയിക്കും. ഒരു കാലം വീഴും, പുതിയൊരു തുടക്കം. സാധ്യമായ വഴികൾ നമ്മൾ കണ്ടുപിടിക്കും. മഞ്ഞിലായി പോകുന്ന ചിരിയുടെയും പാടലുകൾ, പുതിയ സ്വപ്നം നമ്മളെ കാത്തിരിക്കുമ്പോൾ, പുതിയ സ്വപ്നം നമ്മളെ കാത്തിരിക്കുമ്പോൾ, പുതിയ സ്വപ്നം നമ്മളെ കാത്തിരിക്കും. പുതിയ വഴികൾ എന്തായാലും സഞ്ചരിച്ചു പോവേണ്ടി വരും. നിന്റെ കണ്ണീരിലും ചിരികളിലും ജീവിതം നമ്മെ കുറിച്ചു തെളിയിക്കും. പിറവി മരണത്തിന്റെ ഇടയിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്നു ഓരോ നിമിഷവും. ആശകളും ദുഃഖവും മറഞ്ഞു പോകും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അംബ്രോ ലൈഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഇന്ത്യ ഗേറ്റ് ആയിരുന്നു. അവിടുന്ന് ഞാൻ റൂം എടുത്ത് ഫ്രഷായി നേരെ പോകുന്നത് ചാന്ദിനി ചൗക്കിലേക്കായിരുന്നു. ചാന്ദിനി ചൗക്കിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെയാണ് ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, ഗുരുദ്വാര എന്നിവ ഉള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ ഗുരുദ്വാര. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറിയിട്ടില്ല, കയറാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജമാ മസ്ജിദും റെഡ് ഫോർട്ടും തിരഞ്ഞിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. അപ്പം മറ്റേ നമുക്കിപ്പോൾ റെഡ് ഫോർട്ടിലുള്ളത് നമ്മൾ നേരെ മെട്രോയിൽ, നമുക്ക് മെട്രോ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും മെട്രോ മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല ഫേമസ് ആയൊരു സ്ഥലത്തേക്കും പിന്നെ ഈ മെട്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെട്രോ തന്നെ കയറിയാൽ മതി. നല്ല കാറിനും പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ട് നല്ല എമൗണ്ട് ചാമ്പി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൻ പൈസ നഷ്ടകരം. ജെയിൻസ് ഹൈദൻ എന്ന സ്ഥലത്താണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ടിലുള്ളതാണ് മെട്രോ സ്റ്റേഷൻ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ മെട്രോ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ കാണണം കേട്ടോ ഇതൊക്കെ. സംഭവം പോയിക്കോട്ടെ. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ലാക്കോയില മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഇവിടെ മനസ്സിലാവും. ഗൂഗിൾ മാപ്പ് എടുക്കുക. ഗൂഗിൾ മാപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് എവിടേക്ക് ഇറങ്ങട്ടെ, മെട്രോയിൽ എവിടേക്ക് ഇറങ്ങട്ടെ എന്നൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി റെഡ് ഫോർട്ടിൽ ഞാൻ ഓരോ പ്രാവശ്യം പറഞ്ഞിട്ട് വന്നതായിരുന്നു. പക്ഷേ അന്ന് ഇത് ഓപ്പണല്ലേ ഇവിടെ ബൈക്കൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടോ ഉണ്ടോ? ബൈക്ക് പുറത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. റിക്ഷ വണ്ടികൾ ഒക്കെ ഉണ്ട്. വണ്ടി നോക്കിയാൽ തുരുതുരാ വണ്ടി വന്നുകൊണ്ടിരിക്കും. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കും. അപ്പോൾ ഒന്നും അതിൽ പോയിന്ന് വിടുക. നെഹി മാലു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാൽ മതി. വണ്ടി ഒരു തട്ടിയാലും മുട്ടിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. ഈ വണ്ടി കണ്ടോ തട്ടി നിൽക്കണുണ്ടോ, ഞെളിങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നാലും ഒരു പ്രശ്നമില്ല. എവിടെ തട്ടിയെടുക്കും കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നടക്കുക. ഇത്ര തിരക്കുണ്ടോ കേട്ടോ.
ഫുള്ള് തിരക്കാ. അപ്പോൾ നോക്കി കണ്ടൊക്കെ വില കുറയുക. അതേക്കിനോടെ നോക്കി കണ്ടൊക്കെ വില കുറയുക. ഇല്ലാന്നുണ്ടെങ്കിലല്ലോ പണി കിട്ടും. ഇത് നമ്മൾ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിക്കുകയാണ്. ആണെന്നാണ് റെഡ് ഫോർട്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്നുണ്ട്, അതേപോലെ കണ്ണടകൾ വിൽക്കുന്നുണ്ട്, പല സാധനങ്ങൾ വിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ നാരങ്ങ വെള്ളമുണ്ട്. ഈ നാരങ്ങ വെള്ളം നമുക്ക് പണി കിട്ടാറില്ല, ഫുള്ള് ഉണ്ട് കേട്ടോ. കാരണം ഒരു ടൈം കുടിച്ചിട്ട് പണി കിട്ടിയതാണ്. ബാത്റൂം പോയിട്ട് നല്ല എഫക്റ്റായി അതിലിങ്ങനെ പോയിട്ട് അപ്പം നല്ല തിരക്കാണ്. നല്ല വിദേശികളും സ്വദേശികളും പാനിബോത്തർ കുറേ ആൾക്കാർ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വരും. ഓട്ടോറിക്ഷക്കാരാണ് കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ വരിക. ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ അപ്രോച്ച് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അതിൽ കൂട്ട് നിൽക്കാൻ കേട്ടോ. ഓക്കെ, നമ്മളിവിടെ റെഡ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയെന്ന് വെച്ചാൽ രക്ഷയില്ല. ഈ കാണുന്നതാണ് റെഡ് ഫോർട്ട്. കുറേ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കണ തിരക്കിലാണ്. കുറേ ആൾക്കാർ എന്തൊക്കെയോ തിരക്കിലാണ്. പലരും ഫോട്ടോ എടുക്കാവുന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഞാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഒന്ന് കാണണം എന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ 2-3 പയ്യന്മാരുണ്ടായിരുന്നു. അവരിവിടെ ഓയ് ഓയ്. അപ്പം ചുറ്റി കാണല്ലേ ഗേസ്. ഇവർ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇവരാണ് സോളോ ആയി വന്നത്, ഗ്രൂപ്പായി മാറ്റിയത്. അടിപൊളി മച്ചാറാണ് കഥ പറയാം. ഇതിലൊരാൾ എൻ്റെ കസിനും അവൻ്റെ സുഹൃത്തുമാണ്. ഇവർ ഡൽഹിയിലെത്തി സ്വന്തം നാട്ടുകാരെ കാണുന്നതിന് ഉപരി വ്യക്തമൊന്നുമില്ലല്ലോ. ഷിംലയിലേക്ക് ഇവർ പോകുന്നതറിഞ്ഞാണ് ഞാൻ ഇവരോട് കൂടെ കൂടിയത്. പിന്നെ യാത്രയുടെ ഉടനീളം ഞാൻ അവരോടൊപ്പമായിരുന്നു. റെഡ് ഫോർട്ടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. പൊതുവെ എല്ലാവരും ക്ഷീണിതരായതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് അധികം കയറിയില്ല. പിന്നെ ഉള്ളിൽ വീഡിയോഗ്രാഫി അനുവദിക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഞാനും അങ്ങോട്ട് കയറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. ഫുഡിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കയറാം. പക്ഷേ ഉള്ളിൽ അതിന് മാത്രമല്ല കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല. ഞാൻ പോയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവന് ഇവിടെ നിന്ന് പോവുകയാണ്. മച്ചവരെ കണ്ട് പോയി വന്നപ്പോൾ തിരിച്ച്. അപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഓലി വന്നത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റെഡ് ഫോർട്ടിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ജമാ മസ്ജിദ് ഇല്ല. അപ്പോൾ ആ ജമാ മസ്ജിദിൻ്റെ അവിടേക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ടക്കേറാണ് കായികം നടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയം പടക്കം പൊട്ടണ പോലെ പൂട്ടും സമയം. അല്ലാന്നുണ്ടെങ്കിൽ ദിവസം കൊണ്ട് മതിയാവില്ല. അപ്പോൾ ദിവസം കൂടുന്തോറും ഫണ്ട് കൂടുകയും ചെയ്യും. ഇതിലിങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ജമാ മസ്ജിദിലേക്ക് പോകട്ടോ. ഓക്കെ,
ഇതാണെങ്കിൽ കഴിക്കാം അവിടെ ഇതാണോ കഴിക്കണേ കഴിക്കാം. അടിക്ക അപ്പോൾ ജുമാ മസ്ജിദിലേക്ക് പോകണം. അടിക്കൊരു കഴിഞ്ഞ് ആ വഴിയിലൂടെ പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇതിലാണ് ജുമാ മസ്ജിദിൽ പോകും. ആ റെഡ് ഫോർട്ട് ഡൽഹി ഗേറ്റിലെ അപ്പോൾ സ്ട്രീറ്റ് കൂടെ പോരുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. സാധനങ്ങൾ പോകാനൊക്കെ വളരെ കൂടുതലാണ്. വേസ്റ്റ് കാര്യങ്ങളും നോക്കുക. പിന്നെ സ്വർണ്ണക്കാരും പോരണ്ട. പലതും പറയും, പലതും ചെയ്യാതിരിക്കുക. രക്ഷയില്ല കേട്ടോ. മാർക്കറ്റിലോട്ട് ഒരു വകുപ്പിന് പോകുന്നതാണ്. ചാന്ദിനി ചൗക്ക് സ്ട്രീറ്റ് കൂടെ നമ്മൾ പോയിട്ടിരിക്കുന്നു. ഇവിടെ ഒരു മന്ദിരം കാണുന്നുണ്ട്. ചാന്ദിനി ചൗക്കിൻ്റെ മന്ദിരമാണെന്ന് പ്രതീക്ഷിക്കാം. ഇതാ അമ്പലം ഉണ്ടോ? അപ്പോൾ പല റേറ്റിലുള്ള പെൻ ഡ്രൈവ് ഉണ്ടോ? പവർ ബാങ്ക് ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ കിട്ടും കേട്ടോ. കണ്ട് നോക്കി നിൽക്കാം. അപ്പോൾ ചാന്ദിനി ചൗക്കിലെ മാർക്കറ്റ് തെരുവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ജമാ മസ്ജിദിലേക്ക് പോവുകയാണ്. മെട്രോ എടുക്കാനാണ് തീരുമാനം. മെട്രോ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാർഡ് എടുക്കുക കേട്ടോ. 200 രൂപേൻ്റെ ഈ കാർഡ് എടുത്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. നിങ്ങൾ ഓട്ടോസ് എടുക്കേണ്ടല്ല, ബസ്സിൽ പോകേണ്ട ആവശ്യമില്ല. എല്ലാ ഭാഗത്തേക്കും പോകാം മെട്രോ എടുത്ത്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ പിന്നെ മെട്രോ കയറുക. ഡൽഹി കറങ്ങാൻ ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ വരിക, മെട്രോ കാർഡ് ആദ്യം എടുക്കുക. ഒരു ദിവസത്തിന് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം തന്നെ കറങ്ങി തീരാൻ സാധിക്കും. അത് മെട്രോ കാർഡ് എടുക്കുക. അതാണ് ഏറ്റവും ഉചിതമായ കാര്യം. 200 രൂപ ഉള്ളൂ ഒരാൾക്ക് കേട്ടോ മെട്രോ കാർഡ് എടുക്കാൻ. അതായത് എവിടെ വേണമെങ്കിൽ എങ്ങനെ എടുക്കാം. അല്ലാതാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പൈസ 30 രൂപ 40 രൂപ എല്ലാവർക്കും ടിക്കറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് 200 രൂപേൻ്റെ ഇതെടുത്ത് കഴിഞ്ഞാൽ എവിടേക്ക് വേണമെങ്കിൽ പോകാം, എവിടേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റം വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതാണ് മെട്രോ കാർഡിൻ്റെ ഗുണം എന്ന കാര്യം. അത് ഇവിടെ കുറേ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇവിടെ ആരും നമ്മൾ അറിയണമില്ല. അപ്പോൾ അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഉണ്ടോ മെട്രോയുടെ ഫ്രണ്ട് ഇതിൻ്റെ ഭാഗം നമ്മൾ മച്ചാമർ വരുന്നുണ്ട് അവിടെ കേട്ടോ. അപ്പോൾ മെട്രോയുടെ ഉൾഭാഗം ഇതാണ് കേട്ടോ. ഇവിടെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് റെയിൽസ് ഹോളികൾ പിന്നെ ഇടാൻ പാടില്ല. റെയിൽസ് ഹോളികൾ പിന്നെ വീഡിയോ എടുക്കരുതെന്നൊക്കെ പറഞ്ഞു. റീൽസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ജമാ മസ്ജിദ്. അടുത്ത ഷോപ്പ് തന്നെയാണ് ഈ ജമാ മസ്ജിദ് കേട്ടോ. ജുമാ മസ്ജിദ് അല്ല, ജമാ മസ്ജിദാണ് കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് സ്ട്രീറ്റിൻ്റെ ഏരിയ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ജമാ മസ്ജിദ് വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, ആ കാണുന്ന ദൂരെയുള്ളതാണ് ജമാ മസ്ജിദ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ സ്ട്രീറ്റിലൂടെ നടക്കാൻ കേട്ടോ. സ്ട്രീറ്റിലൂടെ നടന്നിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ജമാ മസ്ജിദ് ഉള്ളത്.
ജമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇരുഭാഗങ്ങളിലും പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിൽക്കുന്ന കടകളുടെ ഒരു കലവറയാണ് കാണാൻ സാധിക്കുന്നത്. കടകൾ മാത്രമല്ല ഇവിടെ തിങ്ങി നിൽക്കുന്നത്. തിരക്കേറിയ റോഡും റോഡിൽ ആളുകളെ വഹിച്ചു പോകുന്ന റിക്ഷാ വണ്ടികളുടെ തിരക്കും നമുക്ക് കാണാം. ഹലോ നല്ല തിരക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കണേ. വണ്ടിയിൽ തലങ്ങും വലങ്ങും വരുന്നോണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മച്ചാൻ്റെ പേരാണ് മുഫീദ് ബ്രോ ആണ്. ഒരു കൊണ്ടോട്ടിക്കാരാണ്, ഒരു നിലമ്പൂരാരാണ്. ബാഗ് കൂടെ വന്ന് കൂത്തിട്ട് പോകും. ജമാ മസ്ജിദിൻ്റെ തൊട്ടുള്ള സ്ട്രീറ്റ് കൂടെ ഉണ്ട് പോകുന്നോണ്ടിരിക്കണേ. അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊടുക്കണേ കേട്ടോ. കാരൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂൾ പിള്ളേരെ നിറച്ചു പോകുന്ന ഓട്ടോക്കാരും ശരീരം വിയർപ്പാക്കി ആളുകളെ വഹിച്ചു പോകുന്ന റിക്ഷക്കാരുടെ ജീവിതം ഒരുപോലെയാണ് തോന്നുമെങ്കിൽ റിക്ഷക്കാരുടെ ജീവിതം തന്നെയാണ് നഷ്ടം എന്ന് നമുക്ക് തോന്നിപ്പോകും. അവസാനം നമ്മൾ ഈ തിരക്കുകൾക്കിടയിലൂടെ ജമാ മസ്ജിദിൻ്റെ ഗേറ്റ് 1 എത്തിയിരിക്കുന്നു. എൻട്രിയിൽ വെക്കേണ്ട സെക്യൂരിറ്റി ചെക്കപ്പ് മെഷീൻ അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് അതിനടുത്ത് വിഷയാലിക്കുന്നവരെയും നമുക്ക് കാണാം. അപ്പോൾ ഈ ഗേറ്റിലൂടെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത്. ഗേറ്റ് നമ്പർ 1. ഗേറ്റ് നമ്പർ 1 ഉള്ളിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ജമാഅത്തിൻ്റെ ഫ്രണ്ടിലെത്തും. ഫ്രണ്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെ നല്ല തിരക്കാണ്. തിരക്ക് കണ്ട് നോക്കി പോകുന്നില്ല എന്നെങ്കിൽ നമ്മളെ പൈസ പോവും, എല്ലാം പോവും. പല ചെവി ക്ലീൻ ചെയ്യാല്ല, ചെവി ക്ലീൻ ചെയ്യാല്ല തേങ്ങ. അപ്പോൾ ഇതിന് ഫ്രണ്ടിലെത്തിക്കണം. ജമാ മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ നല്ല റഷ് ആണ്. ചെരുപ്പ് ഊരിയാക്കണം. വാ മോനെ കാണുന്ന കാഴ്ച. ഓ അത് പൊളിച്ച് അല്ലേ?
ഇത് പൊളിച്ച്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ജമാ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറിയൊക്കെയാണ്. മോനെ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല. നാല് ഗേറ്റുകളുടെയും നടുമുറ്റത്ത് പള്ളിയിൽ നമസ്കരിക്കുന്നവർക്ക് കൈക്കാലുകൾ കഴുകാൻ അഥവാ പൊള്ളെടുക്കാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ കുളം ജമാ മസ്ജിദിന്റെ ഭംഗി കൂട്ടുന്നു. കഴിക്കില്ല, ഞങ്ങൾ കഴിക്കാൻ പോവാ. അതിനെ കഴിക്കണേ. നമ്മളിവിടുന്ന് ഇറങ്ങിട്ടോ, ബസ് ഫുഡേക്ക് കൂട്ടി ഇറങ്ങുന്നത്. അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയോ കേട്ടെ. ചെരുപ്പൊന്നും കേട്ടോ, ചെരുപ്പൊന്നിട്ട് കെട്ടട്ടെ. പക്ഷെ എന്ത് തിരക്കാ അവിടെ കയറി, നല്ല തിരക്കാ, ഒരു രക്ഷയില്ല. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെ തന്നെ ഉള്ളൂ. ഉള്ളിൽ ചെരുപ്പൊന്നും ഇട്ടിട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. അങ്ങനെ ഞങ്ങൾ ജമാ മസ്ജിദിൽ കുറച്ച് നേരം ശ്രമിച്ച ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഫുഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ കബാബ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കബാബ് ഇവിടെ ഫേമസ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കബാബ് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കബാബിൻ്റെ സ്ട്രീറ്റിൽ ഇപ്പോൾ കബാബ് കഴിക്കാൻ വേണ്ടി, കബാബിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. कबाब एक प्लेट 2 प्लेट एक प्लेट एक प्लेट में 8 चिकन कितना रुपये? 200 एक प्लेट दे दो. बड़े की या मटन की? मटन का 400 की 8 पीस. चिकन 320 की 320 की 8 चिकन. अन्य 200 का 200 बड़ेगा 20 का. അതൊക്കെ പറയണ്ടേ ഇന്ന് മനസ്സിലാവണം. ഒന്നുകൂടി ചോദിച്ചു നോക്കാം, മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ കബാബ് കബാബ് കിतना रुपये? बड़े की है 25 की, चिकन की है 40 की, मटन की है 50 की. एक 2 पीस आपको कौन सा चाहिए? कितना रुपये? 40 रुपये. 40 रुपये का 40 वाला. 40 वाला 40 का एक 1 पीस. 40 का 1 पीस. 80 का 2 पीस. 1 पीस दे दो. 1 पीस तो ना आएगा, हाफ या फुल? हाफ फुल लो 4 आएगा 4. चल गया. कोई बात नहीं. भाई एक चाहिए से एक चिकन. വെയിറ്ററോട് ചോദിച്ചപ്പോഴേ മോൻ പറഞ്ഞ് 4 പീസിന് 600 റുപ്യ അല്ലെങ്കിൽ 300 റുപ്യ തരണം. ആയിക്കോട്ടെ,
ഒരു പീസ് 40 റുപ്യാണ്. അപ്പോൾ പറഞ്ഞ ഒരു പീസ് ഉണ്ടായിരുന്നു 40 റുപ്യ. എന്താ നോക്കാമല്ലോ. അപ്പോൾ ഒരു പീസ് കൊണ്ട് ചോദിച്ചപ്പോൾ ഒരു പീസ് തരില്ല, ഹാഫ് തരുള്ളൂ. ഈ മന്ദൻ ചങ്ങായി ഇവനാണോ പറഞ്ഞത്. എന്നിട്ട് ഞാൻ നേരെ ഓർഡർ എടുത്ത് പോയി. ഓർഡർ തന്നെ എൻ്റെ ബോസിൻ്റെ ഇപ്പോഴത്തെ വേണ്ടി നമ്മൾ പോവുകയാണ് കാരണം പോയി. അപ്പോൾ പറഞ്ഞു ഒരു പീസ് ഇങ്ങനത്തെ ഒറ്റ പീസിന് എത്ര ചോദിച്ചു. ഒറ്റ പീസിന് പിന്നെ ഒറ്റ പീസിനല്ല 4 പീസിന് 100 റുപ്യ താങ്ങുക. അപ്പം ആയിക്കോട്ടെ തൊട്ടേ ഇറങ്ങി. അതിപ്പോൾ ഞങ്ങൾ ഞാനും നമ്മുടെ ചേക്കനും ഇവിടെ ചോദിക്കാൻ ഒരു പീസ് വരുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യട്ടെ. അത് മൂപ്പരാണ് നമുക്ക് 100 റുപ്യക്ക് 4 തരാറുണ്ട്. ഓക്കെ, താങ്ക് യു. एक रोटी दो. रोटी 2 रोटी 2 रोटी. एक रोटी कितना हो गया? 2 रोटी 10 रुपीस. 2 रोटी 10 रुपीस. 2 रोटी 2 रोटी 2 रोटी 2 रोटी 2 रोटी 2 रोटी. हाँ 2 ओके ओके. 1 plate 2 piece. ഞാൻ എടുത്തു നെയ്യ. बिरयानी कौन सी है? 2 हाफ बिरयानी मटन की. बिरयानी वाले करवा. एक बिरयानी करवा. एक बिरयानी करवा. निकाल के वापस कर दो. ഒറ്റൊന്നിനും എരിവും പുളിയും ഇല്ലാന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളത്ര വലിയ എരിവും പുളിയില്ല. ആകിയ ഒരു രസമില്ലത്. അങ്ങനെ ഞങ്ങൾ കബാബൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അതിന് രുചി വല്ലാതൊന്നും എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു തരക്കേടില്ലാത്ത രുചി ഉണ്ടായിരുന്നു. എരിവും പുളിയും ഇല്ലായിരുന്നു എന്ന് മാത്രം ഒഴിച്ചാൽ തെറ്റില്ല എന്ന് പറയാം. ഈ ഒരു ഫുഡ് പരീക്ഷണത്തിന് നിൽക്കാൻ ഞാൻ സിറ്റിലൂടെ നടന്ന് ഡൊമിനാറിലേക്ക് വണ്ടി കയറി. ഒരു വലിയൊരു കോഴിയിൽ പൊരിയുന്നുണ്ട്, വലിയൊരു ബ്രോസ്റ്റർ പൊരിയുന്നുണ്ട്. खाना वाले एक तसला ला दे भाई. चल रहा है.
അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കുത്തബ് മിനാറിൽ വെച്ച് നമുക്ക് കാണാം.